ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളേറെ മലയാള സിനിമ ഏറെ വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന മേള. നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ശ്രീ ഭരത്, പത്മശ്രീ, ഡബിൾ ഡോക്ടറേറ്റ്, പത്മഭൂഷൺ മമ്മൂക്ക അഭിനയിക്കുന്ന നിതീഷ് സഹദേവൻ്റെ ഒരു മാസ് മസാല എൻ്റർടൈനർ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മളേവരും കാത്തിക്കുന്നത്. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള പക്കാ ഔട്ട് ആൻഡ് ഔട്ട് മാസ് സംഭവമായിട്ടാണ് ഈ പടം ഒരു പക്കാ അടിപ്പടം. നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ അണ്ണൻ തമ്പി, രാജമാണിക്ക, ആ ഒരു ടൈപ്പിലുള്ള ഒരു പക്കാ മാസ് മസാല ചിത്രം. മമ്മൂക്കയുടെ ഒരു 200, 250, 300 കോടി നേടാനുള്ള എല്ലാ സംഭവം ഈ ചിത്രത്തിലുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ഓരോ ദിവസത്തെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ അപ്ഡേഷൻ അവർ തുടരെ ഇങ്ങനെ അപ്ഡേഷൻ. സാധാരണ ഒരു മമ്മൂക്ക ചിത്രങ്ങൾക്ക് അധികം ഫസ്റ്റ് ലുക്ക് വന്ന് പിന്നെ കുറേ കാലത്തിന് ശേഷം അതിൻ്റെ ടീസറും ട്രെയിലറും മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേഷൻ അവർ കറക്റ്റ് അവർ ഓൺലൈനിലൂടെ അവർ അറിയിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് മിക്കവാറും ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്. അല്ല എങ്കിൽ കൺഫേം ആയിട്ട് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ വരാൻ പോകുന്ന സെപ്റ്റംബർ 7. നമ്മളൊക്കെ കാത്തിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബർത്ത്ഡേ. 75-ാം വയസ്സിലോട്ട് കിടക്കുന്ന മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിന്. അപ്പോൾ മിക്കവാറും അന്നേ ദിവസം ചിലപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടാകും. താൽക്കാലിക പേര് മേള എന്ന് ഇട്ടിരിക്കും. അതെല്ലാം ഇരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും ഒരു പക്കാ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പടത്തിന് ആ മേള എന്നുള്ളൊരു പേര് വലിയൊരു രസം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ താൽക്കാലിക പേര് മാത്രമാണ് ഈ മേള. അവർ പ്രൊഡക്ഷൻ നമ്പർ 9 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ മാറ്റം വരാം. എന്തായാലും മമ്മൂക്കയുടെ അർമാദിക, അതും നമ്മുടെ തിരുവനന്തപുരം സ്ലാങ്ങിൽ രാജമാണിക്യത്തിനും അതുപോലെ തന്നെ കളങ്കാവലിനും ശേഷം മമ്മൂക്ക തിരുവനന്തപുരം സ്ലാങ്ങിൽ വരുന്ന ഒരു ചിത്രമാണ്. ഒരു കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു കഥയാണ്. അതുപോലെ തന്നെ ഒരു സർക്കസിൻ്റെ ബേസിൽ വരുന്ന കഥ. ഒരുപാട് പ്രത്യേകതകൾ ചിത്രത്തിനുണ്ട്. എന്തായാലും നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു മമ്മൂക്കയുടെ തിയേറ്ററിൽ നമ്മൾ അർമാദിക, അതായത് ഫാൻസും യൂത്തും ഫാമിലിയും കുട്ടികളൊക്കെ പാടെ ചേർന്നിട്ട് നമ്മൾ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ മമ്മൂക്ക വെറും എക്സ്പെരിമെൻറ്റിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ടർബോ എന്നൊരു മാസ് മസാല ചിത്രം വൈശാഖ് തന്നു. അതും നല്ല അടിപൊളി പടമായിരുന്നു. എന്നാലും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചില മോശങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അതിനേക്കാൾ നല്ല രീതിയിലുള്ള ഫാലിമി എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറായ നമ്മുടെ നിതീഷ് സഹദേവൻ്റെ മൂവിയാണ്. നല്ലൊരു അടിപൊളി മൂവിയാവുമെന്നാണ് നമുക്കൊക്കെ റിപ്പോർട്ട്. കാരണം അതിൻ്റെ ഓരോ അപ്ഡേഷൻസും നല്ല രീതിയിൽ അടിപൊളി രീതിയിലാണ് നമുക്കൊക്കെ മുന്നിൽ വരുന്നത്. അവർ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് തരുന്നുണ്ട്. ഒരു കിടിലൻ ഫസ്റ്റ് ലുക്ക് ആവും എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും നമുക്കൊക്കെ വെയിറ്റ്. കാരണം മമ്മൂക്ക ഇനി അങ്ങനത്തെ ചിത്രങ്ങൾ ചെയ്യണം. നമ്മുടെ ഒരു കാലത്ത് 2010 വരെയൊക്കെ മമ്മൂക്കയുടെ ചിത്രങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു. മായാവി, അണ്ണൻ തമ്പി, രാജമാണിക്യം, തുറുപ്പുകുലാൻ, തൊമ്പനും മക്കളും, അങ്ങനെ എണ്ണിത്തീരാത്ത ചിത്രങ്ങളുടെ. അപ്പോൾ ആ ഒരു ഗണത്തിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു വെറൈറ്റി ഈ കാലഘട്ടത്തിലും കൂടിയും ആളുകൾക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ചിത്രം. കാരണം ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തന്നിട്ട് കാര്യമല്ലോ. ആ കാലഘട്ടത്തിൽ അതേപോലെ, എന്നാൽ ഇത് ഈ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരുത്തി നല്ല അടിപൊളി സംഭവമായിട്ടാവും നിതീഷ് മമ്മൂക്കയാണ് ഈ ചൊരുക്കുന്നതെന്നുള്ള റിപ്പോർട്ടാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും വമ്പൻ ഹൈപ്പിലാണ് വരുന്നത്. എന്തായാലും ഒരു 1.5 പടമാകും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.